നേടിയിട്ടുള്ള സംഗീത സംവിധായകനാണ് ഗോപി സുന്ദർ. മലയാളത്തിൽ മാത്രമല്ല തമിഴിലും തെലുങ്കിലും ഹിന്ദിയിലുമെല്ലാം ഹിറ്റ് പാട്ടുകൾ ഒരുക്കിയിട്ടുണ്ട് പ്രതിഭ. സിനിമയുടെ ആത്മാവായി മാറിയ പശ്ചാത്തല സംഗീതവും അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഇപ്പോഴും പല ഭാഷകളിലായി സംഗീത സംവിധാന രംഗത്ത് നിറഞ്ഞു നിൽക്കുന്നു, ഹിറ്റുകൾ സമ്മാനിക്കുന്നു. എന്നാൽ സോഷ്യൽ മീഡിയയ്ക്ക് താല്പര്യം ഗോപി സുന്ദറിന്റെ സംഗീത ജീവിതത്തോടല്ല, മറിച്ച് വ്യക്തി ജീവിതത്തോടാണ്. ഗോപി സുന്ദർ ഏതെങ്കിലും പെൺകുട്ടിയുടെ കൂടെ ഫോട്ടോ പോസ്റ്റ് ചെയ്താൽ ഉടനെ അശ്ലീല കമന്റുകളുമായി സോഷ്യൽ മീഡിയയിലെത്തും. ഗായകമാരായ അഭയ ഹിരൺമയി, അമൃത സുരേഷ് എന്നിവരുമായി ഉണ്ടായിരുന്ന ബന്ധത്തിന്റെ പേരിലാണ് ഇപ്പോഴും ഗോപി സുന്ദർ ആക്രമിക്കപ്പെടുന്നത്. സുഹൃത്തായ മയോനി എന്ന പ്രിയ നായരെ സംഗീത ലോകത്തേക്ക് സ്വാഗതം ചെയ്ത് ഗോപി സുന്ദർ പങ്കുവച്ച സമൂഹ മാധ്യമ പോസ്റ്റ് വൈറലാവുകയാണ് ഇപ്പോൾ. ഹരിത സംവിധാനം ചെയ്യുന്ന താനാര എന്ന ചിത്രത്തിലൂടെയാണ് പ്രിയയുടെ പിന്നണി ഗാനരംഗത്തേക്കുള്ള അരങ്ങേറ്റം. എന്റെ പുതിയ പരിചയപ്പെടുത്തൽ ഗായിക പ്രിയ നായർ എന്ന അടിക്കുറിപ്പോടെ പ്രിയയ്ക്കൊപ്പമുള്ള ചിത്രവും പ്രിയ പാടിയ പാട്ടും ഗോപി സുന്ദർ പങ്കുവച്ചു. ഗോപി സുന്ദർ ഈണമൊരുക്കിയ സോനാ ലഡുക്കി എന്ന ഗാനമാണ് പ്രിയ നായർ ആലപിച്ചത്. ഗോപിയും ആലാപനത്തിൽ പങ്കുചേർന്നുണ്ട്. BK ഹരിനാരായണന്റേതാണ് പാട്ടിന്റെ വരികൾ. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് റിലീസ് ചെയ്ത സോനാ ലഡുക്കി ഇതിനകം സമൂഹ മാധ്യമങ്ങളിൽ തരംഗമായി കഴിഞ്ഞു. നടി ദീപ്തി സതിയുടെ സ്റ്റൈലിഷ് ചുവടുകളാണ് പാട്ടിന്റെ ഹൈലൈറ്റ്. പ്രിയ നായരുടെ ആലാപനത്തെ നിരവധി പേരാണ് പ്രശംസിക്കുന്നത്. ആദ്യ ഗാനത്തെക്കുറിച്ച് പ്രിയ സമൂഹ മാധ്യമങ്ങളിൽ പങ്കിട്ട കുറിപ്പും ശ്രദ്ധ നേടുകയാണ്. ഇതിഹാസമായ ഗോപി സുന്ദർ ഈണം പകർന്ന ഒരു മനോഹര ഗാനത്തിലൂടെ മലയാള സംഗീത മേഖലയിലെ എന്റെ അരങ്ങേറ്റം സാധ്യമായതിൽ സന്തോഷമുണ്ട്. എനിക്ക് വളരെ സ്പെഷ്യലായ എന്റെ എല്ലാമെല്ലാമായ ആളോടൊപ്പം പാടാൻ ലഭിച്ച ഈ അത്ഭുതകരമായ അവസരത്തിന് നന്ദി. എല്ലാവരോടും സ്നേഹം മാത്രമെന്നും പ്രിയ കുറിച്ചു. പ്രിയ നായരുടെ ആദ്യ ഗാനത്തെ നിരവധി പേരാണ് പ്രശംസിക്കുന്നത്. പ്രിയയും ഗോപി സുന്ദറും തമ്മിൽ പ്രണയത്തിലാണെന്ന തരത്തിൽ നേരത്തെ ഗോസിപ്പുകൾ വന്നിരുന്നു. പ്രിയയെ ചേർത്ത് പിടിച്ചുള്ള ചിത്രങ്ങൾ ഗോപി സുന്ദർ പങ്കുവച്ചതോടെയാണ് അത്തരത്തിൽ വാർത്തകൾ തലപൊക്കിയത്. ഗോപി സുന്ദറിനെ കുറിച്ച് വാചാലയായി പ്രിയ പങ്കുവച്ച കുറിപ്പും ഏറെ ശ്രദ്ധ നേടിയിരുന്നു. എന്നാൽ വിഷയത്തിൽ ഇരുവരും ഔദ്യോഗിക പ്രതികരണങ്ങളൊന്നും നടത്തിയിരുന്നില്ല. കഴിഞ്ഞ ദിവസം താൻ പുതിയതായി അവതരിപ്പിക്കുന്ന ഗായികയ്ക്കൊപ്പമുള്ള ചിത്രവും ഗോപി സുന്ദർ പങ്കുവച്ചതിന് പിന്നാലെ പതിവ് പോലെ നിരവധി പേർ മോശം കമന്റുകളുമായി എത്തി. ചില കമന്റുകൾക്ക് ഗോപി സുന്ദർ മറുപടി നൽകുകയും ചെയ്തിരുന്നു. ഇപ്പോഴിതാ തനിക്കെതിരെയുള്ള ആക്രമണത്തിന് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ മറുപടി നൽകിയിരിക്കുകയാണ് ഗോപി സുന്ദർ. ഒരു ക്ലോസറ്റിന്റെ ചിത്രം പങ്കുവച്ചുകൊണ്ടായിരുന്നു ഗോപി സുന്ദറിന്റെ പ്രതികരണം. മറ്റുള്ളവരുടെ ജീവിതത്തിൽ എന്ത് സംഭവിക്കുന്നു എന്ന് അറിയാൻ ആകാംക്ഷയുള്ളവർ സ്വയം എഴുതുന്ന കഥകളും തിരക്കഥകളും ഇവിടെ നിക്ഷേപിക്കുക. ഞാൻ ഫ്ലഷ് ചെയ്തോളാം, എന്റെ സെപ്റ്റിക് ടാങ്ക് ഫുള്ളാകുമെന്ന് അറിയാം, പക്ഷേ ഞാനത് മാറ്റിക്കോളാം എന്നായിരുന്നു ഗോപി സുന്ദർ കുറിച്ചത്. പിന്നാലെ നിരവധി പേർ ഗോപി സുന്ദറിന് പിന്തുണയുമായി മുന്നോട്ട് വന്നു. നിങ്ങൾ അടിപൊളിയാണ്, മോശം കമന്റുകളെ അവഗണിക്കുക, നിങ്ങളുടെ ജീവിതം ഉയർത്തിപ്പിടിക്കുക എന്നായിരുന്നു ഒരു കമന്റ്. ഞാൻ ഗൗനിക്കാറേയില്ല, പക്ഷെ ചില സമയം പ്രതികരിക്കാൻ എനിക്ക് നല്ല മൂഡായിരിക്കും, വീഡിയോ ഗെയിം കളിക്കുന്നത് പോലെ. അതെനിക്കിഷ്ടമാണെന്നായിരുന്നു അതിന് ഗോപി സുന്ദർ നൽകിയ മറുപടി. ഗോപി ചേട്ടാ, എല്ലാവർക്കും അസൂയയാണ്. നിങ്ങൾ നല്ലതു മാത്രം നോക്കി എൻജോയ് ചെയ്ത് യാത്ര തുടരണം. എന്തിനു വെറുതെ നെഗറ്റീവ് നോക്കണം? സമയനഷ്ടം എന്നായിരുന്നു മറ്റൊരു കമന്റ്. അവർ ഡെപ്പോസിറ്റ് ചെയ്യട്ടെ എന്നാണ് ഇതിന് ഗോപി സുന്ദർ മറുപടി നൽകിയത്. അതേസമയം താരത്തെ വിമർശിച്ചും ആളുകൾ എത്തിയിരുന്നു. കയ്യിലിരുമ്പ് ശരിയല്ലെങ്കിൽ ആൾക്കാർ പലതും പറയും. അത് കേട്ട് സങ്കടം വരുന്നുണ്ടെങ്കിൽ ആ ക്ലോസറ്റിലെ വെള്ളമെടുത്തൊന്ന് നന്നായി മുഖം കഴുകിയാൽ മതി, മാറിക്കോളും എന്നായിരുന്നു ഒരു കമന്റ്. ചേട്ടന് വിഷമം വരുമ്പോൾ ചെയ്യുന്നതെല്ലാം ഇങ്ങനെ പുറത്തു പറയല്ലേ എന്നാണ് ഗോപി സുന്ദർ നൽകിയ മറുപടി. അണ്ണന്റെ അച്ഛന്റെ മുഖം പോലെ ഇരിക്കുന്നു ഈ ഫോട്ടോ കണ്ടിട്ട്. അണ്ണന്റെ പെൺപിള്ളേരും ഇങ്ങനെ തന്നെയാണ്. അണ്ണൻ കക്കൂസിൽ കാവലിരിക്കുകയാണോ? ഓരോരുത്തൻ ഇടുന്നത് ഫ്ലഷ് ചെയ്യാൻ. അത്രയും താല്പര്യമാണെങ്കിൽ എറണാകുളം ബസ് സ്റ്റാൻഡിൽ പബ്ലിക് ടോയ്ലറ്റ് ഉണ്ട്, അണ്ണന് നിരത്തി ഫ്ലഷ് അടിക്കാം എന്നായിരുന്നു മറ്റൊരു കമന്റ്. നിങ്ങളെയും ഞാൻ അതിലിട്ട് തന്നെ ഫ്ലഷ് ചെയ്യാം എന്നാണ് ഇതിന് ഗോപി സുന്ദർ മറുപടി നൽകിയത്.